കൊട്ടിഘോഷിച്ച് വലിയ പ്രചരണത്തോടെ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബിഗ് ടി വി തുടക്കം തന്നെ ഒരു ഉഡായിപ്പ് കാട്ടിയത് ജനങ്ങൾ കൈയോടെ പിടിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ളവരെ വൻ തുകയ്ക്ക് ചാനലിലേക്ക് എത്തിച്ചതിന് ശേഷം ചാനൽ ഇതിനോടകം തന്നെ ജനപ്രിയമായി മാറിക്കഴിഞ്ഞു എന്ന് വരുത്താൻ ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജിൽ കാണിച്ച ഉഡായിപ്പാണ്. ചാനൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തില്ലെങ്കിലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് അത് പ്രവർത്തന സജ്ജമാകുമെന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള പലതരം പ്രൊമോഷനുകൾ നടക്കുന്നതിനിടയിലാണ് ഒരു തട്ടിപ്പ് പരിപാടി മാനേജ്മെന്റ് ഇറക്കിയത്. ഇതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോയ് തമരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ചാനൽ പേജ് തുടങ്ങി 1.3 മില്യൺ, അതായത് 13 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആയി എന്ന രീതിയിൽ കാണുന്നവർ തന്നെ അന്തം വിട്ടുപോകുന്ന സന്ദർഭത്തിലാണ് മാനേജ്മെന്റിന്റെ ഉഡായിപ്പ് കൈയോടെ പൊക്കിയത്. അത് പൊക്കാൻ കാരണം ഒരു അബദ്ധം പറ്റി. ചില കള്ളങ്ങൾ സ്വാഭാവികമായി പൊളിയും. വിദഗ്ധമായിട്ട് തട്ടിപ്പുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ സിനിമ മസാല ഓൺലൈൻ പേജായ കഥാസിസ് എന്ന പേജിനെ വിലയ്ക്ക് വാങ്ങിയതിനു ശേഷം പേര് മാറ്റിയതാണ് ബിഗ് ടി വി എന്ന് നാടറിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ബിഗ് ടി വി ആയിട്ട് പേര് മാറ്റിയെങ്കിലും നേരത്തെ സിനിമാ താരങ്ങളുടെ മസാല ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയിടത്താണ് തട്ടിപ്പ് പുറത്തേക്ക് വന്നത്. അതിനെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകനായ ജോയ് തമരത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ദേ ഇങ്ങനെയാണ്. ബിഗ് ടി വി ചരിത്രം സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ടി വി 24x7 ഏറെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ചേക്കേറിയ പുതിയ വാർത്താ ഇടമാണല്ലോ. വാർത്താ പ്രാന്തന്മാരായ എന്നെപ്പോലുള്ളവർ ചാനലിന്റെ മികവുറ്റ വാർത്തകൾ പൊളിച്ചടുക്കലുകൾ കാണാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനി മലയാള വാർത്താ ചാനലുകളുടെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് പറയുന്നവരെ ചുറ്റുപാടും കാണാനും കഴിയും. ചാനലിന്റെ ഒഫീഷ്യൽ FB പേജ് നോക്കിയാൽ ആരും ഞെട്ടിപ്പോകും. അത്രയ്ക്കധികം ഫോളോവേഴ്സ് ഉണ്ട്. ചുമ്മാതൊന്ന് ഉദ്ഘാടന പടങ്ങൾ നോക്കാൻ ശ്രമിച്ചതാണ്. ഞാനും ശരിക്കും അന്തം വിട്ടുപോയി. കഥാസിസ് എന്ന പേജ് ചാനൽ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. ഒറിജിനൽ പേജുകാരൻ പോസ്റ്റ് ചെയ്തിരുന്ന ചൂടൻ ഫോട്ടോകളെങ്കിലും ഡിലീറ്റ് ചെയ്ത ശേഷം ചാനലിന്റെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള പേജൊക്കെ വാങ്ങുമ്പോൾ മുതലാളിമാർ ആ പേജിന്റെ അസ്ഥിവാരം തോണ്ടി നോക്കാത്തത് കടന്ന കൈയായിപ്പോയി. കേരളത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ലൈക്കും ഫോളോവേഴ്സും കൂട്ടിയ ന്യൂസ് ചാനലുകളെ പിന്നിലാക്കാനുള്ള വെപ്രാളത്തിൽ ഇക്കാര്യം വിട്ടുപോയതാകാം. ബിഗ് ടി വി ചരിത്രം സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരുത്താനുള്ളത് ഭയരഹിതമന്യേ തിരുത്തുമല്ലോ. കഥാസിസ് എന്ന പേജാണ് വിലയ്ക്ക് വാങ്ങിയതെന്ന് ഉറപ്പിക്കുന്നു. അത്യാവശ്യം പഴയ പേജിലെ ഐറ്റം ഹോട്ട് ഫോട്ടോകളെങ്കിലും നീക്കിയ ശേഷം ചാനലിന്റെ യഥാർത്ഥ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ആക്കിയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. ഇതാണ് ബിഗ് ടി വിയുടെ ഫേസ്ബുക്കിന്റെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് ജോയ് തമരം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ മുതലാളിമാരും വന്നുടനെ നാട്ടുകാരെ പറ്റിക്കാൻ പല തട്ടിപ്പുകളുമായി ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഓൺലൈനിലെ റീച്ചുള്ള പേജുകളിലൂടെ പ്രൊമോഷൻ പരിപാടികൾ നടത്തിയ ശേഷം ഇപ്പോൾ പൊടുന്നനെ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി റീച്ചുള്ള കഥാസിസ് എന്ന സിനിമ മസാല പേജ് തന്നെ വിലയ്ക്ക് വാങ്ങിയതിനു ശേഷം അതിൽ വെപ്രാളപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ പഴയ മസാല ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അതോടെ നാട്ടുകാർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ജനങ്ങൾക്കിടയിൽ വമ്പൻ ചാനലാണെന്നും പ്രക്ഷേപണം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് തന്നെ 1 മില്യണിൽ മുകളിൽ ഫോളോവേഴ്സിനെ കിട്ടി എന്ന പ്രചരണം നടത്താൻ ഉദ്ദേശിച്ച് നടത്തിയ നീക്കമാണ് ഇതോടെ പൊളിഞ്ഞത്. എന്തായാലും കേരളത്തിലേക്ക് സംഘപരിവാർ സ്പോൺസറിൽ വരുന്ന പുതിയ ചാനലിന്റെ ഉദ്ദേശം അത്ര നിഷ്കളങ്കമല്ല. അതുകൊണ്ടാണ് തുടക്കത്തിലെ തന്നെ ഇമാതിരി ഉഡായിപ്പ് പരിപാടി നടത്താൻ ശ്രമിച്ച് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയും കേരളത്തിലെ ചാനൽ കിട മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള പുതിയ തന്ത്രങ്ങളാണ് വലിയ പോസ്റ്റിങ്ങുകൾ നടത്തി ബിഗ് ടി വി ശ്രമിക്കുന്നത്. എന്തായി തീരുമെന്ന് തുടക്കത്തിലെ തന്നെ ബോധ്യപ്പെടുകയാണ്. ഷോർട്ട് കട്ടിലൂടെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് പരിശ്രമം. ബിഗ് ടി വി കൂടി മിഴിതുറക്കുന്നതോടെ കേരളത്തിൽ ചാനൽ റേറ്റിംഗിന് വേണ്ടിയുള്ള പോരാട്ടം വളരെ ശക്തമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്.